കണ്ണൂർ ദീലിസ്ലാ സഭ ഓർഫനേജിലാണ് ഞാൻ 5-8 കൊല്ലം ജീവിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ആകെ നാട്ടിൽപ്പോക്ക് 2 പെരുന്നാളിന് നിസ്കാരം കഴിഞ്ഞിട്ട് പോയിക്കോളാം, അടുത്ത നിസ്കാരത്തിന് തിരിച്ചു വന്നോളാം, പൊരുക്കെത്തുമ്പോൾ തിരിച്ചു വരാനാവും. അപ്പോൾ നമ്മളെന്താക്കി ഇടക്കിടക്ക് നാട്ടിൽ പോകാൻ ഒരു തട്ടിപ്പൊപ്പിക്കും, സുഖമില്ലാതാക്കി നാട്ടിൽ പോവാം. ഈ ഉള്ളിയില്ല, അതിനെന്താ പറയുക, സവാള, അതിൻ്റെ പേരെന്നാ, വെള്ളുള്ളിയ, വെല്ലുള്ളി, അകന്നെ ഉറന്നെ ഉള്ളി അക്വർക്ക, വലിയ ഉള്ളി മുറിക്കും, നടുക്ക മുറിക്കുക. പിള്ളേരിപ്പോൾ നല്ല ഉറങ്ങിയ പിള്ളേർ എണീച്ചിട്ടുണ്ടാവും, നാളെ മാർച്ചിൽ കൊണ്ടുക്കാൻ വേണ്ടിയുള്ള പരിപാടി. അത് നടുക്ക മുറിച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ വെക്കുക, അമർത്തി പിടിക്കുക. ഒരു അരമണിക്കൂർ ഉള്ളി ഇങ്ങനെ പിടിച്ചാൽ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും, ചൂട് വരും, ശരീരത്തിൽ നല്ല ചൂടുണ്ടാവും. ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചൂട് ഇങ്ങനെ കൂടും. അപ്പോൾ അങ്ങനെ കുറച്ച് അഭിനയിക്കാനും കൂടി പഠിക്കണം, എന്നാലും ജീവിക്കാൻ കഴിയും. ഇപ്പം അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അമർത്തി പിടിച്ചിട്ട് 2 തൊക്കിലും വെച്ചാൽ നല്ലോണം വരും പനി. എന്നിട്ട് മാനേജർ അടുത്ത് പോയിട്ട് പറയല, സാറേ പനി ഒന്ന് തൊട്ടോക്കൂ, ഇതുകൂടെ മുറുക്കി പിടിക്കണേ, ഇത് മാനേജർ അടുത്താണ് ഇപ്പോൾ തൊട്ടോക്കൂ. അപ്പോൾ നാട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞിട്ട് അറിയും. ഓടിപ്പോയി ഉള്ളി എടുത്ത് വലിച്ചെറിഞ്ഞ് ഉപ്പായിട്ടിട്ടൊറ്റ പോക്കാ നാട്ടിൽ ഉള്ളി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒറിജിനൽ പനിച്ച മക്കളും അങ്ങനെ കിടന്നാൽ ഉമ്മ മാറി പൊന്തിച്ചോ ഉള്ളി ഉണ്ടാകുന്നു. പണ്ടൊരുത്തിന് ഹോട്ടലിൽ പരിപ്പാട എന്നാ പോയിട്ട്, പരിപ്പ് വടക്ക് എന്താ പറയുക, വലിയ പരിപ്പാടാന്നാ, പരിപ്പാട തന്നെയല്ലേ. അപ്പോൾ വട എന്നാൻ പോയി, വട വാങ്ങി കടിച്ചു നോക്കുമ്പോൾ വടയിൽ മുടി. ഇവൻ സപ്ലയർ വിളിച്ചു, എന്താടാ മുടിയാ, വേറെ ഒന്നും എടുക്കുന്നതാണ്. അപ്പോൾ ഇവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അത് പത്തെണ്ണം എടുത്താൽ അതിലും ഉണ്ടാവും പറഞ്ഞു. നീ എടുക്കണമായിരുന്നത്, ഒന്നും കൂടി എടുത്തോണ്ട് കൊടുത്ത്, അതിലും മുടി. ഇവനാ വെച്ചിട്ട് ക്യാഷറെടുത്ത് പോയി, എന്താ കാക്കങ്ങ പരിപ്പാടി ഉണ്ടാക്കുന്ന മുടി വടയാ? അവൻ പറഞ്ഞു, നീ പൈസ തരണ്ട, ചായ കുടിച്ചിട്ട് പോടും. ഉണ്ടാക്കുന്നവനെ കണ്ട് 2 വർത്താനം പറയാണ്, ഞാൻ വരില്ല. കിച്ചണിലേക്ക് പോയി ഈ പരിപ്പാട് ഉണ്ടാക്കുന്നവനെ കാണാൻ. അപ്പം ഇവർ ഉണ്ടാക്കുന്നത് ചൂടോടെ ഉണ്ടാക്കുന്നത്, ഇവനെങ്ങനെ ഉണ്ടാക്കുന്നറിയോ, ഇവരൊരു കൈയില്ല, മുറിഞ്ഞു പോയി. പരിപ്പിൻ്റെ മാവ് ഇങ്ങനെ കുഴച്ച് ഉണ്ടയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് അമർത്തിയിട്ട് ഇടുന്നു, ഇങ്ങനെ പരത്തിയിട്ട് വെളിച്ചെണ്ണയിൽ. അപ്പോൾ ഇവിടെ നിന്നായി മുടി കൊടുക്കുന്നു. അതാണ് ആ സപ്ലയർ പറഞ്ഞ 10 എടുത്താൽ 10 ഉണ്ടാവും. അതുപോലെ ഉള്ളി വെച്ചിട്ട് അമർത്തി കൊടുത്താൽ പനി ഉണ്ടാക്കാം. അങ്ങനെ പല ഹിക്കുമത്തും ഉണ്ടപ്പാ. അതൊരു കുട്ടി കരയുന്നു, ആ കുഞ്ഞിനെ അരങ്ങെടുക്കുക, അന്ന് വലിയ ആൾ കരയുന്നു. മൂപ്പര് പനിച്ച പോലായിട്ട് കിടന്നു, പുറത്തെല്ലാം പോച്ചിട്ട് മൂടിയിട്ട് പുറത്തോട്ട് കിടന്നു. ഇങ്ങനെ ഉവേദരെ വിവരാറിച്ച് ആ മഹാപഹയം വന്ന് ഒറ്റക്കാ വരൂ ചെയ്തേ, അസാധ്യ സാധന ഇതേ വന്നിട്ട് ശരിയൊക്കെ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് ചോദിച്ചു, പനിയപ്പം തുടങ്ങി, കുറച്ചായി, ഇപ്പം സുഖമുണ്ടോ? ഇപ്പോൾ സുഖാവും. വർത്താനം പറഞ്ഞുകൊടുക്കുന്ന കൂട്ടത്തിൽ ബേക്കോട് തിരിച്ചിട്ട് മൂപ്പര് വിളിച്ച്, ഹാനി കുറച്ച് പാനി, വെള്ളം കൊണ്ടാണ്. വെള്ളത്തിന് ചോദിച്ചപ്പോൾ മൂപ്പര് അതും പറഞ്ഞിട്ട് ലേശങ്ങ് നീങ്ങിക്കിടന്ന് പുതപ്പിൽ ചോരയാകണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കി, വെള്ളമില്ല, ഹാനിയും ഇല്ല. വീണ്ടും വിളിച്ചു, ഹാനി കുറച്ച് വെള്ളം കൊടുക്ക്. എന്നിട്ടും ഇല്ല. 3-4 തവണ വിളിച്ചിട്ടും വെള്ളമില്ല. അപ്പൊ ഈ ഉബൈദില്ലാഹ് വിളിച്ച് അത് ശരിക്കും നബിയോട് പറഞ്ഞു, വെള്ളം എനിക്ക് വേണ്ട, ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ കാണാം, അസ്സലാമു അലൈക്കും വരുന്നു. ഒറ്റപ്പോക്ക് ഇറങ്ങി ഇവൻ മുറ്റത്തോ യുവന്റെ കുതിരപ്പുറത്ത് കയറിയാൽ സ്ഥലം വിട്ടപ്പോ 2 ആൾ കൂടി പുറത്തേക്ക് ഇറങ്ങി. ആര്? ഹാനി റളിയല്ലാഹു മുസ്ലിം റളിയല്ലാഹു വാളല്ലായിട്ട് വരുന്നു. പോയതിന് ശേഷം വരുമ്പോ ഈ ശരീക്ക് വരുമ്പോ പുതപ്പങ്ക് വലിച്ചെറിഞ്ഞ് പനിയൊന്നും ഇല്ലാതെ കാക്കയില്ലേ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ എന്താ വിളിക്കാൻ പേടിത്തോണ്ടന്മാരിതാ. എടോ അയാൾ ഇവിടെ കുത്തിയിരിക്കും, ബാക്കിലൂടെ വന്ന് വെട്ടാൻ പറഞ്ഞിട്ട് അയാൾ പോയി കഴിഞ്ഞിട്ട് വാളെടുത്ത് വരാൻ നിങ്ങൾക്ക് നാണില്ലേ? ഇത് പറഞ്ഞപ്പോ ഹസ്രത്ത് ഹാനി മുസ്ലിം റളിയല്ലാഹു മുഖത്തോട് മുഖത്തോക്ക് ചിരിക്കാണ്. ചിരിച്ചപ്പോ ഇയാൾ പറഞ്ഞു, നിങ്ങൾ നമ്മളെ മറ്റേതാക്കുക, നിങ്ങൾ ഇതിനെ ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ചൂടാവുമ്പോ മഹാനായ മുസ്ലിം റളിയല്ലാഹു ശരീക്ക് നബിയോട് പറഞ്ഞു, ശരീക്കേ ചതിയെന്ന മഹാവിപത്തിനിൽ വശമില്ല, അതിനാലെ ദുരിതങ്ങളേറിയേ, അതിഥി ഞാനതിഥേയൻ വീട്ടിൽ കൊല ചെയ്ത പൊറുക്കുമോ കരുണതൻ വാരിധി. ചതിയെന്ന മഹാവിപത്തിനിൽ വശമില്ല, അതിനാലെ ദുരിതങ്ങളേറിയേ, അതിഥി ഞാനതിഥേയൻ വീട്ടിൽ കൊല ചെയ്ത പൊറുക്കുമോ കരുണതൻ വാരിധി. മുഹബത്തി ദുനിയാവിനോട് എനിക്കില്ല, മുതിരില്ല ചതിയിൽ വാദി
പൊന്നബിയുള്ള ചൊന്നതിവയല്ല മനസ്സുള്ളിൽ ശരി മാത്രം ഓർക്കുവാ ചതി എന്ന മഹാവിപത്തെന്നിൽ വശമില്ല അതിനാൽ ദുരിതങ്ങളേറെ അതിഥി ഞാൻ അതിഥേയൻ വീട്ടിൽ കൊല ചെയ്ത പൊറുക്കുമോ കരുണതൻ വാരിധി മുസ്ലിം റളിയല്ലാഹു ചിരിച്ചോട് ശരീക്ക് നബിയോട് പറഞ്ഞു, നോക്ക് ശരീക്ക്, ചതി എന്നത് ലോകത്ത് പഠിപ്പിക്കാത്ത മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ചതിച്ചോണ്ട് നേടണമെങ്കിൽ എന്തെല്ലാം നേടാം നമുക്ക്? ഒരു മനുഷ്യന്റെ പിന്നിലൂടെ വന്ന് വെട്ടിക്കൊല്ലൽ ഇസ്ലാമിൽ പറഞ്ഞ കാര്യമല്ല. ഇസ്ലാമിൽ കൊലപാതകം നടക്കുന്നത് എങ്ങനെയാ? യുദ്ധക്കളത്തിൽ നേരിട്ട് മുഖാമുഖം വന്നാലാ, അല്ലാണ്ട് പിന്നിലൂടെ ചതിച്ചു കൊല്ലുന്ന പാരമ്പര്യ പരിശുദ്ധ ദീനിന് അന്യമാണ്. അതുകൊണ്ട് ചതിച്ചിട്ട് നേടണമെങ്കിൽ എന്തൊക്കെ നേടാ? അവൻ പോട്ടെ, പടച്ചോന്റെ വിധി പോലെ വരൂലേ, അതങ്ങനെ നോക്കാന്നു. പക്ഷേ ശരീക്ക് ബിൻ ഔഫയുടെ വീട്ടിൽ ഒരു വരവ് വന്ന ഒറ്റ വരവ് വന്ന ആ വൃത്തികെട്ടവൻ അന്നപ്പം തന്നെ കാര്യം മനസ്സിലാക്കി മുസ്ലിമിന് ഹുഹൈല വീട്ടിലുണ്ടെന്ന്. അതാണ് ഉബൈദില്ലാഹ് ഇബ്നു സിയാദിന്റെ കൂർമ്മ ബുദ്ധി. അതുകൊണ്ടാണ് അവൻ വളരെ പെട്ടെന്ന് തിരിച്ചു പോയി കളഞ്ഞത്. വെള്ളത്തിന് ചോദിച്ചത് എന്താണെന്നും എന്താണ് സംഭവിക്കുകയെന്നും മുൻകൂട്ടി കാണാൻ കഴിവുള്ള ഒരു വല്ലാത്ത സാധനം ഉബൈദ് ഇറങ്ങി പോയി കളഞ്ഞത് അതുകൊണ്ടാണ്. എന്നിട്ട് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ 80 പട്ടാളക്കാരെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം റളിയല്ലാഹുവിന് താമസിക്കുന്ന ഹാനി റളിയല്ലാഹുവിന്റെ വീട് വളയാൻ. നേരം വെളുത്ത് ഇവരെ സുബഹിക്ക് വീട്ടിന്റെ മുറ്റത്തിറങ്ങും, ഓരോരുത്തരും നിൽക്കുന്നു. ഇവരെ കണ്ടപ്പോ തന്നെ രണ്ടുപേരും ഓടി അകത്തേക്ക്. മുസ്ലിം റളിയല്ലാഹു അകത്തേക്ക് പോയി ഹാനി റളിയല്ലാഹുവിനെ തടഞ്ഞ് വീണ ഹാനി റളിയല്ലാഹുവിനെ പിടിച്ച് വരിഞ്ഞ് കെട്ടിയിട്ട് കൊണ്ടുപോയി നേരെ ഉബൈദില്ലാഹ് ഇബ്നു സിയാദ് താമസിക്കുന്ന വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക്. അവിടെ കൊണ്ടുപോകുമ്പോൾ ഉബൈദ് ഇങ്ങനെ ക്രോധം കൊണ്ട് വിറക്ക, വാളിങ്ങനെ ഊരിയിട്ട് ഹാനി റളിയല്ലാഹുവിന്റെ പിന്നെ മുന്നിൽ പറഞ്ഞു, ഏ ഹാനി, ഞാൻ പറഞ്ഞിട്ടില്ലേ ചതി ചെയ്യാൻ നിനക്കെന്ത് പാരിതോഷികം ലഭിച്ചോ, പറയുക വീടില്ല നിന്നെ. പലവട്ടം പറഞ്ഞില്ലേ ഹാനി നിന്നോട് വിടുന്ന പാടില്ല രക്ഷ കൊടുക്കാനേ. ഇന്ന് ചതി ചെയ്യാൻ നിനക്കെന്ത് പാരിതോഷികം ലഭിച്ചോ, പറയുക വീടില്ല ഞാൻ നിന്നെ. മുസ്ലിമിനോ ഖൈലിനെ ഒളിപ്പിച്ചതെന്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല, പിന്നിതെന്താണ്? മുഹബത്ത് പേരുത്തുവോ നിനക്കെന്തോ ഭ്രാന്താണ്, മുന്നോട്ട് നിനക്കുള്ള ഹയാത്തും ഫനയാണ്. സകലമറിഞ്ഞോ രക്ഷ നിനക്കില്ല, സർവസുഖവും നിന്നിലരുളാൻ നിന്നിലാളില്ല. ദുഷ്ടാനിയോർക്ക് നാശവും ഭാവിച്ചിടുമേ, കൂഫയാകെ വിറയ്ക്കുമേ. പലവട്ടം പറഞ്ഞില്ലേ ഹാനി നിന്നോട് വിടുന്ന പാടില്ല രക്ഷ കൊടുക്കാനേ. ഇന്ന് ചതി ചെയ്യാൻ നിനക്കെന്ത് പാരിതോഷികം ലഭിച്ചോ, പറയുക വീടില്ല ഞാൻ നിന്നെ. ഹാനി റളിയല്ലാഹുവിനെ കണ്ടപ്പോ വാളിങ്ങട്ട് ഊരിയിട്ട് ഒരു വരവാ ഉബൈദ് ഹാനി റളിയല്ലാഹുവിന് മുന്നിൽ. എന്നിട്ട് പറഞ്ഞിട്ടോ, ഹാനി, പലവട്ടം ഞാൻ പ്രസംഗിച്ചിട്ട് ഇവിടുന്ന് മുസ്ലിമിന് രക്ഷ കൊടുക്കുന്നവരുടെ കഥ എന്തായിരിക്കും ഉദാഹരണ സഹിതം കാണിച്ചു തന്നിട്ടില്ലേ? എന്നിട്ട് നീ എന്ത് നേടി? മുസ്ലിമിനെ വീട്ടിന്റെ അകത്ത് ഒളിപ്പിച്ച് നിനക്ക് എന്ത് കിട്ടി? നീ വിചാരിച്ചടാ ഞാൻ അവിടെ വന്നപ്പോ എന്നെ കൊന്നുകളയാം, എനിക്കവിടെ നിന്റെ കാര്യം അറിയില്ല? ഒരു സെക്കൻഡ് കൊണ്ട് നിന്നെ ഞാൻ മനസ്സിലാക്കിയടാ. നിന്റെ വീടും നിന്റെ വീട്ടിന്റെ പരിസ്ഥിതിയും എല്ലാം ഞാൻ മനസ്സിലാക്കി. ദേ ഹാനി, ഈ കൂഫക്കാർ ഒന്നടങ്കം ഞെട്ടി വിറക്കുന്ന ശിക്ഷ തന്നെ ഞാൻ നിനക്ക് തരും. അതിന് ഒറ്റക്കല്ല, നിന്നെ കൊന്നിട്ട് കാണിച്ചു കൊടുക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങളെ വിളിച്ചു കൂട്ടിട്ട് അവരെ മുന്നിൽ വെച്ച് നിന്നെ കൊല ചെയ്യാനാ. ആരവിടെ അവനെ പിടിച്ച് ജയിലെടുക്കുന്നത്? ഹാനി റളിയല്ലാഹുവിനെ പിടിച്ച് ജയിലടച്ച് മൂപ്പർക്ക് ഒരു പേടിയില്ല. എന്ത് വിരാന്ത് കൊന്നാലും എന്തുണ്ടായാലും അവസാനം മരിക്കല്ലേ ചെയ്യുക, ഉറപ്പ്. അത് പ്രശ്നമാക്കണ്ട, മൂപ്പർ ഉറപ്പിച്ച് കളിച്ച കളിയല്ലേ. ഈമാനുള്ളാക്ക് പിന്നെ അത് മരണം വന്നിന്, നമ്മക്കല്ലേ മരണം പേടി. പിടിച്ച് ജയിലിലിട്ടു. പക്ഷെ മുസ്ലിം റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് ഇറങ്ങി. പിറ്റേന്ന് രാവിലെ അയൽവക്കത്തൊക്കെ പോയി ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞതാ, എന്നെ സംരക്ഷിച്ച ഒറ്റ കാരണത്താലാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാ ഹാനിയെ പിടിച്ച് ജയിലിലിട്ടത്. അതുകൊണ്ട് നമുക്കെല്ലാം ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം പോയിട്ട് ഒന്ന് അടിച്ച് പൊളിച്ച് ഇറക്കി കളിയാന്ന് പറഞ്ഞു. ജനങ്ങളൊക്കെ ഇറങ്ങി. ബാബാ അല്ല പിന്നെ ഇത് അമ്മ അറിയണ്ടേ, ഞാൻ രാവിലെ എത്തപ്പോയി സംഭവം മുപ്പരോ ഇന്നലെ ഇന്ന് സ്വബീക്കാന്നല്ലേ, എന്നാ എല്ലാവരും നിൽക്കുന്നു.
കൂഫക്കാർ ആ സാധനം എല്ലാം കൂടി ഇറങ്ങി 500 ആളുണ്ട്. 500 ആളെ മുമ്പിൽ മുസ്ലിം റളിയല്ലാഹുവിന്റെ മുന്നിൽ എല്ലാം കൂടി ബാക്കിൽ അടിച്ചു പൊളിച്ച് ശരിയാക്കാൻ വേണ്ടി പോയി. ഇവർ വരുന്ന വരവ് നുഅ്മാൻ ഇബ്നു ബഷീർ കണ്ട് ജനങ്ങളിങ്ങനെ വളം കുന്തലായിട്ട് വരുന്നത് കണ്ടപ്പോൾ മൂപ്പര് ഓടി അകത്ത് പോയിട്ട് ഉബൈദിനെ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ ഞാൻ വരുന്നതൊക്കെ 2 ദിവസം ലീവ് വേണം. എവിടെയാ പോകുന്നത്? സ്ഥലവും തീരുമാനിച്ചില്ല, പോക്ക് ഉറപ്പന്നെന്ന് പറഞ്ഞു. നീ എവിടെയാ പോകുന്നു വെച്ചു. അന്നേരം പറഞ്ഞ് പോകാണ്ടിരിക്കാൻ കഴിയില്ല, ആനിയെ പിടിച്ചു വെച്ചതിന് മുസ്ലിമിൻ്റെ നേതൃത്വത്തിൽ ആള് വരുന്നുണ്ട്, നമ്മളെ ശരിയാക്കാൻ പറഞ്ഞു. ഒരൊറ്റ ചിരി ഉബൈദ് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് വിട്ടി? ആളിങ്ങനെ വരുമ്പോൾ ഓടിയാൽ നിന്നെ ഓടിച്ചു കൊല്ലൂലേ? അതുകൊണ്ട് അതല്ല വേണ്ടത്, അമ്പയ്യാൻ കഴിവുള്ള ആരാളുടെ കൂട്ടത്തിൽ നിന്ന് വെച്ചു. മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു വരുമ്പോൾ ആ സംഘം വരുമ്പോൾ അമ്പയ്യാൻ കഴിവുള്ള ആരാളുള്ളത് കുറച്ചാൾക്കാരെ കാണിച്ചു കൊടുത്തു. ഇവരൊക്കെ അമ്പയ്യാൻ കഴിവുള്ളവരാ. കഴിവില്ലേന്ന് തർക്കമില്ല, അമ്പ് വിടാൻ കഴിവുണ്ടായാൽ മതി, കൊള്ളാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എല്ലാത്തിനും കൂടി പിടിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ് നിങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ മേലെ കയറുന്നതാണ്. ഉബൈദ് പറയാം. എന്നിട്ട് കൂഫക്കാർ വരുമ്പോൾ അമ്പ് വിട്, കൊള്ളണമെന്നൊന്നുമില്ല, അമ്പ് പോയാൽ മതി, അത് കണ്ടാൽ തന്നെ കൂഫക്കാർ ഓടിക്കൊള്ളുന്നതാണ്. ഇവരിന്റെ മേലെ കയറി മുസ്ലിം റളിയല്ലാഹു അൻഹു ഇവരും കൂടി അടിച്ച് പൊളിക്കും തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വരവാ. മുസ്ലിമെ പിടിച്ച കഥ കേട്ടവർ കുതിച്ചതാ, ധീരം പോരിടാ മനസ്സതിലുറച്ചതാ. പട്ടുമാറി ചിട്ടയിൽ വരുന്നവർക്ക് മുന്നില കാട്ടുനീതിയും നടത്തുവാൻ ചെയ്യാതൊരുങ്ങല. അതെ, അടിച്ചിങ്ങനെ തകർക്കാൻ വരുമ്പോ ഇവര് മേലെ അമ്പ് വിട്ടപ്പോ കുഫക്കാർ നോക്കി, അമ്പ് വരുന്നു, വെറുതെ വിരാട് മതിയടാ, അങ്ങോട്ട് പോയിട്ട് വെറുതെ അമ്പ് കൊള്ളുന്നു, ഹലോ പോയി കളിയാ ബാബാന്ന്. ഇവര് വേഗത്ത് പോയി കളഞ്ഞ് 499 സ്ഥലം വിട്ട്. മുസ്ലിം റളിയല്ലാഹു അൻഹു ഇവര് ബേക്കിലിട്ട് വിചാരിച്ചിട്ട് അല്ല ഭർത്താവിനെ പറഞ്ഞിട്ട് അടിപൊളിയായി തക്ബീറടിച്ച് മുന്നോട്ട് വരും. കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരൊറ്റൊന്നുമില്ല, കുറേ ദൂരെ നിന്നിട്ട് നോക്കുന്നിങ്ങനെ. നല്ല പരിപാടി തന്നെ. ഉബൈദ് പൊട്ടിച്ചിരിക്കുന്നതിന്റെ മേലെ ഇത് ഉടനെ ഉബൈദില്ലാഹി ഇബ്നു മറ്റുള്ളവരോട് പറഞ്ഞു, നാട്ടുകാർ പിരിഞ്ഞു പോയി, ഇനി അന്യനാട്ടുകാരനായ മുസ്ലിമാണ് ബാക്കി, മുസ്ലിമിനെ കൊന്നുകളാ. അമ്പ അവനെ നേരെ വിടുന്നു. ഈ വിളിച്ചു പറയുന്നത് മുസ്ലിം റളിയല്ലാഹു കേൾക്കാൻ. മഹാനായ മുസ്ലിം റളിയല്ലാഹു ഉറപ്പായി ഒറ്റക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല, ഒരൊറ്റ വിടലാ മൂപ്പര്. കാരണം അവിടെ നിന്ന് കൊല്ലപ്പെട്ട മക്കൾ വീട്ടിലുണ്ട്. ആ 2 മക്കളുടെ ഗതി ഓർത്തുകൊണ്ട് മുസ്ലിം റളിയല്ലാഹു തൽക്കാലം രക്ഷപ്പെടാൻ തീരുമാനിച്ചു. കണ്ട വഴിയിലൂടെ മൂപ്പര് ഓടിക്കളഞ്ഞു. ഒരുപാട് ദൂരം ഓടിയിട്ട് ഒരു പെണ്ണ് മുറ്റടിച്ചു വരാണ്. മുറ്റടിച്ചു വരുന്ന പെണ്ണിന്റെ മുന്നിലെത്തിയിട്ട് മുസ്ലിം റളിയല്ലാഹു ക്ഷീണിച്ചിട്ട് പറഞ്ഞു, ഏ പെണ്ണേ, പൊന്നു സ്ത്രീരത്നമേ നിനക്കെന്നെ അറിയാമോ, ഞാനാണ് മുസ്ലിം എന്നുള്ളോരെന്നെ കൂഫക്കാർ ചതിച്ചുള്ള കഥയൊന്ന് കേട്ടിടണേ, എനിക്കൽപ്പം ജലം തന്നിടുമോ, പിന്നെ വിശ്രമിക്കാനിടം തരുമോ. പൊന്നു ശ്രീരത്നമേ നിനക്കെന്നെ അറിയാമോ, ഞാനാണ് മുസ്ലിം എന്നുള്ളോരെന്നെ കൂഫക്കാർ ചതിച്ചുള്ള കഥയൊന്ന് കേട്ടിടണേ, എനിക്കൽപ്പം ജലം തന്നിടുമോ, പിന്നെ വിശ്രമിക്കാനിടം തരുമോ. ആ പെണ്ണിന്റെ മുന്നിൽ പോയിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏ സഹോദരി, ഞാൻ മുസ്ലിം നുഹൈല് മക്കത്തുനിന്ന് വന്നാളാ, കൂഫക്കാരനെ ചതിച്ചു കളഞ്ഞു, അതുകൊണ്ട് കുറച്ച് വെള്ളം എനിക്ക് തരുമോ കുടിക്കാൻ. അവരമ്പയിന്നിട്ട് ഓടുന്നെന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾ പെട്ടെന്ന് ചൂല് വലിച്ചെറിഞ്ഞ് അകത്ത് കയറി കയ്യും കഴുകിയിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങോട്ട് കയറി ഇരിക്കുന്നു. കയറ്റി ഇരുത്തിയിട്ട് പറഞ്ഞു, വെള്ളമൊക്കെ കൊണ്ടു കൊടുത്ത് ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിക്ക്, വിശക്കുന്നുണ്ടാവുമല്ലോ എന്ന്. ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹു പെണ്ണുങ്ങൾ ചോദിച്ചു, എന്താ പരിപാടി? ഈ നാട് വിട്ട് പോകണം, പക്ഷേ എൻ്റെ കാര്യം എനിക്ക് വിഷമല്ല, ഞാനൊരു കത്തെഴുതിയിട്ടുണ്ട് ഹുസൈന്, ആ കത്ത് പ്രകാരം ഹുസൈൻ ഈ നാട്ടിൽ വന്ന കുഴപ്പമാവും, ആ പാവവും കുടുംബവും തകർന്നു പോകും, അതിനു മുമ്പ് എനിക്കൊരു വിവരം ഒക്കെ അറിയിക്കണം, ഇങ്ങോട്ട് വരണ്ടാന്ന്. കാരണം ഞാൻ പറഞ്ഞോട് ഉറപ്പാ മുസ്ലിം ഹുസൈന് വേറെ ഒരാളോട് ആലോചിക്കൂല, ഉപരിങ്ങ് വന്ന് കളയും, അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വിവരം അറിയിക്കണം എനിക്ക്, പക്ഷേ അതിനു വേണ്ടി എനിക്ക് ജീവൻ ബാക്കി വേണം, കാരണം റസൂലുള്ളാഹിന്റെ കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ. പക്ഷെ അതിനേക്കാൾ വലിയ വേറെ പ്രശ്നമുണ്ട്, ഇപ്പോൾ ഇവിടുന്ന് ഒളിച്ചോടാനും പറ്റൂല, എനിക്ക് 2 മക്കളാണ് വീട്ടിലുള്ളത്, ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ മക്കളുടെ കഥ പോക്കാ, അതുകൊണ്ട് ആ മക്കളെ എങ്ങനെയെങ്കിലും കിട്ടിയാൽ വളരെ പെട്ടെന്ന് മക്കത്തേക്ക് പോകായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, എൻ്റെ മകൻ വരട്ടെ, അവൻ വന്നാൽ അവനെ അയക്കാം നമുക്ക് ആ വീട്ടിലേക്ക്, കുട്ടികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ, എന്നിട്ട് കുട്ടികളെ കിട്ടിയാൽ നിങ്ങൾ ആ സമയത്ത് വിട്ടാൽ മതി, തൽക്കാലം ഇവിടെ വിശ്രമിക്കുന്നതാണ്. ആ പെണ്ണിൻ്റെ വീട്ടിനകത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന് സുരക്ഷിതത്വം കൊടുത്തു ആ സ്ത്രീ. ഉബൈദില്ലാഹി ഇബ്നു സിയാദ് മുസ്ലിം റളിയല്ലാഹു അൻഹു ഓടിക്കളഞ്ഞപ്പോൾ ദൂരെ മാറി നിൽക്കുന്ന മൊത്തത്തിൽ ആളെയും വിളിച്ചു, ഇങ്ങ് വാ, നിങ്ങളൊന്നും ചെയ്യൂല, എല്ലാവരും പറഞ്ഞു, ഒരു കാര്യം പറയാനാന്ന് പറഞ്ഞു.
മൊത്തം ജനങ്ങളെ വിളിച്ചു കൂട്ടി. എല്ലാവരും വന്ന് ഹാജരായപ്പോൾ പറഞ്ഞു, മുസ്ലിം ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ രക്ഷപ്പെട്ട മുസ്ലിമിനെ ആരെങ്കിലും പിടിച്ചു കൊണ്ട് തന്നാൽ ഞാൻ അവർക്ക് 1000 ദീനാറ് സമ്മാനം തരും. ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തിൽ ആരുണ്ട്? ഇപ്പം മുസ്ലിം അല്ലാഹുവിന് താമസിക്കുന്ന വീട്ടിലെ പെണ്ണിന്റെ മകനുണ്ട്. ഇവൻ വന്നിട്ട് ആ കുട്ടികളെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിം അല്ലാഹുവിൻ അവിടെ നിൽക്കുന്നത്. അവനായി പ്രസംഗം കേൾക്കുന്നത്. ഇവനിങ്ങനെ വെറുതെ ചിന്തിച്ച്, അയാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1000 ഉറുപ്പ്യ വെറുതെ കളയേണ്ടേന്. അന്വേഷിച്ച് ഇവൻ അവിടെയോ അന്വേഷിച്ച് രാത്രി ആയിട്ട് പുരയിലേക്ക് പോയി. പുരയെ പോകുമ്പോൾ ഉമ്മ കാത്തിരിക്കാണ്. മുസ്ലിം അല്ലാഹു വീട്ടിൻ്റെ ആത്തൊരു മുറിയിലുണ്ട്. കണ്ടോണ്ട പറഞ്ഞു, മോനെ നമ്മളെ വീട് അനുഗ്രഹത്തിന്റെ വീടായി. അവൻ ചോദിച്ചു, ഉമ്മാക്ക് ലോട്ടറി അടിച്ചാ? കാരുണ്യ ലോട്ടറിയാ അടിച്ചാ? പണ്ട് ലോട്ടറി അടിച്ചിട്ട് ബോധം കെട്ട് വീടുകയില്ല. അറ്റാക്ക് ആയിട്ട് എൻ്റെ ഉമ്മ 5 ലക്ഷം അടിച്ചതിനോ ബോധം കെട്ട് വീണു. എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, നല്ല പറയാ, ഒരു 5 ലക്ഷം അടിച്ചെന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ അറ്റാക്കാലും പിടിച്ച് നിൽക്കണ്ടേ, മനസ്സിന് ധൈര്യം വേണ്ടേ? ഇവ കിടന്നിടത്ത് പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യും, 2.5 എങ്ങനെ ഇത് മാറ്റിത്താ. ഡോക്ടർ ബോധം കെട്ടപ്പുറം വീണ് പോകും. ഇവൻ 5 അടിച്ചേരാ വീണ്, 2.5 തരാന്ന് തന്നെ ഓൻ വീണു. പിന്നെന്ത് ഡോക്ടർ അവനെ നിങ്ങൾക്ക് അടിച്ചാ ലോട്ടറി? അമ്മ പറഞ്ഞ, മോനെ ഏറ്റവും വലിയ ലോട്ടറി അടിച്ചിട്ടുണ്ട്. എന്ത്? പ്രവാചക കുടുംബത്തിലെ മുസ്ലിം നമ്മുടെ വീട്ടിലുണ്ട്. ചിരി. പെണ്ണുങ്ങൾ വെച്ച് മോനെന്ത് ഇങ്ങനെ ചിരിക്കണത്? നമ്മളെ കുടുംബം അനുഗ്രഹത്തിന്റെ കുടുംബമില്ലേ മോനെ, അകത്തുണ്ട്. മൂപ്പര് പോയി പൊരുത്തം വാങ്ങ്. ഇവൻ മനസ്സുകൊണ്ട് പറഞ്ഞ് മൊത്തത്തിൽ ജമായത്തായ പൊരുത്തം ഞാൻ വാങ്ങിത്തരാം. ഇവൻ അകത്ത് കയറി മുസ്ലിം അല്ലാഹുവിന്റെ അടുത്ത് വന്ന് ബബ്യത്തോടെ നിരത്തിരുന്നു. മൂപ്പരോട് സലാം പറഞ്ഞു. മൂപ്പർ സലാമൊക്കെ മടക്കിയിട്ട് വെച്ച്, മോനെ എന്താ കൂഫിയിലെ അവസ്ഥ? ഇവൻ പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങരുത്. എന്താ? നിങ്ങളെ പരിധിയിട്ട് ഉബൈദില്ലാഹ് അതിൻ്റെ പട്ടാളക്കാരൻ നാനാഭാഗം ഓടുകയാണ്. ഒരിക്കൽ നിങ്ങൾ ഇവിടുന്ന് പുറത്ത്, ഞാൻ പറയാണ്ട് പുറത്ത് പോകേണ്ട, ഇവിടെ നിന്നാൽ മതി. അല്ല മോനെ, എൻ്റെ മക്കള് എവിടെയുള്ളത്? ഹാനീൻ്റെ വീട്ടിലുണ്ട്. സാരില്ല, ഇന്ന് രാത്രി ഞാൻ ഹാനിയുടെ വീട്ടിൽ നിന്ന് 2 മക്കൾ ഇവിടെ കൊണ്ടുതരും. ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കുക, ഞാൻ വരാണ്ട് നിങ്ങൾ പോണ്ടാന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് ഇവൻ ഇറങ്ങി നടന്നു. ഹസ്രത്ത് ഹാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലുള്ള 2 മക്കളെ കൂട്ടാൻ വേണ്ടിയാണ് ഇവൻ പോകുന്നത്. എന്നാൽ ഉമ്മയും മുസ്ലിം റളിയല്ലാഹുനും തെറ്റിദ്ധരിച്ചു. അവർ ഉറക്കൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ് വീട്ടിൻ്റെ അകത്ത്. ഇവൻ ഇറങ്ങി നേരെ പോയി ഉബൈദുല്ലാഹ് ഇബ്നു സിയാദും നോമാൻ ഇബ്നു ബശീറും താമസിക്കുന്ന രാജകൊട്ടാരത്തിന്റെ മുന്നിലേക്ക്. ആ സമയത്ത് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് പുറത്തുനിന്ന് അകത്തേക്ക് തിരിഞ്ഞിട്ടും നോമാൻ ഇബ്നു ബശീർ അകത്തുനിന്ന് പുറത്തേക്ക് തിരിഞ്ഞിട്ടും അങ്ങനെ ഇരിക്കുകയാണ് രണ്ടുപേരും. അപ്പൊ നോമാൻ ഇബ്നു ബശീർ ഇങ്ങനെ പുറത്തുള്ള കാഴ്ചയൊക്കെ കാണും. ഉബൈദ് പുറത്തുനിന്ന് അകത്തേക്കാണ്, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ്. പണ്ട് പെണ്ണുങ്ങൾ TV കാണൽ എങ്ങനെയാണെന്നാണ്. ഇപ്പോഴല്ലേ TV ചാനൽ വന്നിട്ട് 24 മണിക്കൂർ സിനിമ. പണ്ട് ഈ ദൂരദർശൻ മാത്രമുള്ള കാലത്ത് 4 മണിക്കാണ് സിനിമ ഇറങ്ങുക. അസർ നിസ്കരിക്കണോ, സിനിമയും കാണണം. ചില പെണ്ണുങ്ങൾ എന്താക്കലെന്നറിയോ, TV അങ്ങ് നിങ്ങേക്ക് കിവിലക്ക് നിങ്ങേക്ക് തിരിച്ചു വെക്കും. അദ്ദാദിന് ഉസ്താദ് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ മുസല്ല ഇടും ഇങ്ങനെ അങ്ങോട്ട്. എന്നിട്ട് TV തുറന്ന് വെച്ചിട്ട് നിസ്കരിക്കും. നീയത്തെല്ലാം രസമാണ്. മുസല്ലി ഫർള സലാത്തിൽ മമ്മൂട്ടി 60 റക്അത്ത്, മമ്മൂട്ടിക്ക് 4 റക്അത്ത്. എന്നിട്ട് കയ്യട്ടി വജ്ജത്ത് തുടങ്ങുമ്പോൾ ആടെ അടി തുടങ്ങും. TV വജ്ജത്ത് ഓതി അടി നോക്കും. വജ്ജത്ത് വജ്ജയ ഇല്ലതീ സമാവാദി അനീഫ മുസ്ലിം കൊച്ചിൻ അനീഫാൻ്റെ തല്ല് അടിയോട്ടടി. പിന്നെ നിസ്കാരമില്ല, പിന്നെ ഇങ്ങനെ നിന്ന് കാണും. നിസ്കരിക്കുന്ന ഓർമ്മ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അതിൻ്റെ സമയമില്ല. ഇപ്പം 24 മണിക്കൂർ സിനിമ ആയതുകൊണ്ട് അടിയോടടി. അപ്പൊ ഇവിടെ ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് പുറത്ത് നിന്ന്, രാത്രിയാണ് പുറത്ത് നിന്നപ്പോൾ നോമാൻ ഇബ്നു ബഷീർ ഇങ്ങനെ നോക്കുന്നുണ്ട് പുറത്തേക്ക്. അപ്പോൾ കണ്ടു, ഇവൻ വിളിച്ചു, ഇങ്ങ് വന്നു. അപ്പൊ നോമാൻ ഇബ്നു ബഷീർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് അറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തുപ്പാൻ വേണ്ടി പോകുന്ന മോഡൽ ഒച്ചയാക്കിയിട്ട് പോയി. അങ്ങനെ പണ്ട് ഗൾഫിലെടുത്തും പോയിട്ട് റോട്ടുമ്പോൾ തുപ്പിയോലോ. തുപ്പിയപ്പോൾ 50 ഉറുപ്പ്യ പിഴ, 50 ദിർഹംസ് പിഴയാണ്. പോലീസ് വിളിച്ച് റോട്ടുമ്പോൾ തുപ്പി 50 ഉണ്ടായിരുന്നു. ഇവൻ്റെ അടുത്ത് 100 ഉള്ളൂ, 100 ദിർഹം ബാക്കി ഉണ്ടായിരുന്നു. പോലീസാണ് എൻ്റെ അടുത്ത് ബാക്കിയില്ല, എൻ്റെ അടുത്ത് ചില്ലറിയില്ല. എന്താപ്പോൾ ഇവൻ പറയും, ബേജാറാണ്ട, 100 നിങ്ങളെടുത്തോ. എന്നറിയിപ്പോഴും തുപ്പി കൊടുത്തു. 2 തുപ്പിന് 100 ഉറുപ്പ്യ എടുത്തോന്നാണ്. അതുപോലെ തുപ്പുന്ന മോഡലിലാക്കിയിട്ട് മൂപ്പര് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയിട്ട് ഇവനോട് ചോദിച്ചു, എന്താ? ഇവൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം നുഹൈൽ എൻ്റെ വീട്ടിലുണ്ട്, ഇപ്പം വന്നാൽ പഠിക്കാന്ന് പറഞ്ഞു. ഉടനെ നോമാൻ ഇബ്നു ബഷീർ പറഞ്ഞ്, നിൻ്റെ വീട്ടിലങ്ങനെ മുസ്ലിം ഇല്ല, നീ കണ്ടിട്ടുമില്ല, നീ ഇവിടെ വന്നിട്ടുമില്ല. എടാ, നബി കുടുംബത്തിൽപ്പെട്ട മനുഷ്യൻ, അയാൾ ഉബൈദ് അറിഞ്ഞാൽ അയാളെ കഥ കഴിക്കും. അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി ഉണ്ടാവില്ല നിനക്കും എനിക്കും. അതുകൊണ്ട് തിരിച്ചു പോകുന്നല്ലേ. തിരിച്ചു പോകുന്ന പറയുമ്പോൾ ബേക്കുന്നത് വേണ്ട, അവിടെ നിൽക്ക് നീ. നോമാൻ ഇബ്നു ബഷീർ തിരിഞ്ഞു നോക്കുമ്പോൾ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ബാക്കിൽ നിൽക്കാൻ. ഇത് ഫുള്ള് കേട്ടിട്ട് നോമാനെ മാറ്റിയിട്ട് രൂക്ഷമായി നോമാൻ ഇബ്നു ബഷീറിന്റെ മുഖത്തേക്ക് നോക്കി ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ചെറുപ്പക്കാരൻ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ വീട്ടിലുണ്ടോ? ഉണ്ട്. എവിടെയാണ് നിന്റെ വീട്? കുറച്ചപ്പുറത്താണ്.
നോമാൻ അറിയോ? അറിയാം. എന്നാ നീ പോയിക്കോളൂ, നീ ഒന്നും അറിയില്ല, ബാക്കി ഞാൻ ഏറ്റു. ചെറുപ്പക്കാരനെ തിരിച്ചു വിട്ടു. അവൻ വീട്ടിലേക്ക് പോയില്ല. കാരണം അവനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അവൻ തന്റെ മക്കളെ കൊണ്ടുവരുമെന്ന് കാത്തിരിക്കുന്ന മഹാനായ മുസ്ലിം ഇവന്റെ ഉമ്മയുണ്ട് അവിടെ. ഇവൻ ആ വീട്ടിൽ പോകാണ്ട് വഴിവെക്കിൽ കിടന്നു. കൃത്യമായി നുഅ്മാൻ ഇബ്നു ബഷീറിൽ നിന്ന് പേടിപ്പിച്ചിട്ട് ചെറുപ്പക്കാരന്റെ വീട്ടിന്റെ ലൊക്കേഷന്റെ അഡ്രസ് വാങ്ങി. എന്നിട്ട് രാവിലെ സുബഹിക്ക് മുമ്പ് 120ഓളം പട്ടാളക്കാരെ മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു താമസിക്കുന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് അയച്ചു. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് കാത്തിരുന്നിട്ട് ഇവനെ കാണാതെ അല്പം ഒന്ന് ഉറങ്ങി. ഉമ്മയും മുസ്ലിം റളിയല്ലാഹു അൻഹു പരസ്പരം പറഞ്ഞു, ചിലപ്പോൾ അവന് വളരെ തന്ത്രപൂർവ്വം കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും ലേറ്റ് ആകുന്നത്, കുറച്ച് കിടന്നോന്നു. സുബൈക്ക് എഴുന്നേറ്റു. മുസ്ലിം റളിയല്ലാഹു അൻഹു ആദ്യം എഴുന്നേറ്റിട്ട് പെണ്ണുങ്ങൾ കാത്തിരിക്കും. പെണ്ണുങ്ങൾ ഉറങ്ങിയിട്ടില്ല. ചോദിച്ചു, അല്ല അവൻ വന്നിട്ടില്ല മഹാനവറുകളെ, നിങ്ങൾ ഇരിക്കും, ചിലപ്പോൾ വരുമായിരിക്കും. മൂപ്പര് ഏതായാലും പറഞ്ഞു നമുക്ക് നിസ്കരിക്കേണ്ടത്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച മുറ്റത്ത് പട്ടാളക്കാരങ്ങൾ നിൽക്കുന്നു. മുസ്ലിം ഇവരെ കണ്ടപ്പോൾ തന്നെ ഓടി അകത്ത് കയറി വാളിങ്ങോട്ടെടുത്ത്. 120 ഉണ്ട് ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. മൂപ്പര് വാളെടുത്തപ്പോൾ മുമ്പിൽ നിൽക്കുന്നവന് തോന്നി, പഠിച്ചോനെ ആദ്യത്തെ വെട്ടിന് ഞാൻ നാട്ടിലേക്ക് പോകും, ഞാൻ മരിച്ചിട്ട് ഇവനെ നന്നാവും. അങ്ങനെ നന്നാണ്ട, ഞാനാദ്യം മരിക്കുന്നില്ല. ഇവൻ മെല്ലെ ബാക്കിലേക്ക് പോയി. അപ്പോൾ ബാക്കിലുള്ള മുമ്പിലായി. ബാക്കിലുള്ള നോക്കി ഓനെവിടെ പോയി. അപ്പോൾ ഇവൻ ബാക്കിൽ നിന്ന് ഇരിക്കുന്ന നമുക്ക് നീ ബാക്കിലുണ്ട് എന്നെ കൊല്ലേണ്ട പരിപാടിയാ, എന്താ പിന്നെ ഞാൻ നിൽക്കില്ല, റോബെല്ലാം അതിനപ്പുറത്തേക്ക് പോയി. ഇവരിങ്ങനെ കളിക്കുമ്പോൾ വേറൊരുത്തിന് ഓടിപ്പെട്ട് പറഞ്ഞു, മെല്ലെ നിങ്ങൾ എന്ത് വിട്ടിത്താട കാണിക്കുന്നത്, എന്നെ കണ്ടിക്ക്, ഞാൻ പറയുമ്പോൾ കേൾക്കുന്നു. അല്ല മുസ്ലിമേ, അല്ല നിങ്ങളെന്തേ വാളും കൊണ്ട്? മൂപ്പർ പറഞ്ഞു, നിങ്ങളെന്തേ വാളും കൊണ്ട്? അല്ല ഞങ്ങൾ പിന്നെ വെറുതെ, എന്നാ ഞാനും പിന്നെ വെറുതെ. അല്ല ഞങ്ങൾ എന്നാ ഞാൻ ഇന്നലെ നിങ്ങൾ 500 പേരുമായിട്ട് താർലിമാറത്തിൽ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ കൂഫക്കാർ പിന്തിരിഞ്ഞോടി. ഞങ്ങൾ കുറച്ചാൾക്കാർ, ഞങ്ങൾ 100-120 ആൾക്കാരുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്തു. അതുകൊണ്ട് ഹസ്രത്ത് ഹാനി റളിയല്ലാഹു അൻഹു പിന്നെ റൂമിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അതിന് 120 ആൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകാം. പിന്നെ നിങ്ങൾ ഉറക്കത്തെ വിളിക്കണ്ടാച്ച ഞങ്ങൾ പുറത്ത് കാത്തുള്ളത് രാവിലെ തന്നെ പോകണം. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ തന്ത്രങ്ങൾ മെനയാൻ കഴിയുന്നതിന് മുമ്പ് അവനെ തകർക്കണം. പോയിക്കൂടെ? മൂപ്പർ പറഞ്ഞു, അൽഹംദുലില്ലാ നമുക്ക് പോകാന്ന് പറഞ്ഞു. എന്നാ സോബി നമ്മളും കഴിച്ചിട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ഇമാമ നമ്മളെ മോമോന്ന് പറഞ്ഞു. ഈ ഹംക്കളെ വിശ്വസിച്ചു പോയി മുസ്ലിം.